ലോക ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായി എടുത്തു വച്ചിരിക്കുന്ന ഒരു മലയാള സിനിമ അല്ല, ഒരു ഇന്ത്യൻ സിനിമ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലോകയെക്കുറിച്ച് ജോൺസൺ സാമുവൽ എന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഡീകോഡിംഗ് കുറിപ്പ് അതൊരു വീഡിയോ രൂപത്തിൽ ആക്കുക എന്നത് മാത്രമാണ്. വീഡിയോയിൽ പോകുന്നതിന് മുമ്പായി ഈ സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാതിരിക്കുക. സിനിമ കണ്ടതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ സിനിമയിൽ വിജയരാഘവൻ ചെയ്ത ക്യാരക്ടറാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹം ഈ സിനിമയിൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ദേ ലൈവ് എമോങ് അസ്. അദ്ദേഹം എന്തിനാണ് ഈ പുസ്തകം എഴുതുന്നത് പറയാം. സിനിമയിൽ വിജയരാഘവൻ തൻ്റെ കൊച്ചുമകൾക്ക് ഉറങ്ങാൻ നേരം ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു യക്ഷിക്കഥ, സാക്ഷാൽ കള്ളിയങ്കാട് നീലിയുടെ കഥ. കേൾക്കുന്നത് നമുക്ക് അത് നീലിയുടെ കഥയാണ്, പക്ഷേ പറഞ്ഞ അയാൾക്കും കഥ കേട്ട കുട്ടിക്കും അത് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. സിനിമയിൽ വിജയരാഘവൻ്റെ പേരക്കുട്ടിയും മരണം സംഭവിച്ചേക്കാവുന്ന ഒരു രോഗത്തിന് അടിമയാണ് എന്ന് അയാൾ ആ കഥ പറഞ്ഞു തീരുമ്പോൾ ആ കുട്ടി കിടക്കുന്ന ബെഡിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹോസ്പിറ്റൽ ICUവിന് സമാനമായിരിക്കുന്ന ആ ബെഡ് ഇനി ഒന്ന് മറിച്ച് ചിന്തിച്ച് നോക്കൂ. അയാൾ നീലിയുടെ കഥ തന്നെ അവളോട് പറഞ്ഞത് വെറുതെയല്ലല്ലോ. നീലിയുടെ കടിയേറ്റ നാച്ചിയപ്പ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇയാൾ കാണാൻ വരികയും നാച്ചിയപ്പയുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നതും വെറുതെയല്ല, തൻ്റെ കൊച്ചുമകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കൂടിയാകും. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാത്തനെ കുറിച്ചാണ്. ചാത്തൻ എന്ന് പറഞ്ഞാൽ ടൊവിനോ തോമസ് അഭിനയിച്ച ആ ക്യാരക്ടർ. ചാത്തൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു ടാറ്റു പ്ലാനറ്റ് സാറ്റേൺ ആണ്. നമ്മുടെ ജ്യോതിഷത്തിൽ ഈ ഒരു പ്ലാനറ്റിനെ ശനി എന്നാണ് വിളിക്കുന്നത്. ഈ ശനിയാണ് കാലം സമയം ഒക്കെ നിയന്ത്രിക്കുന്നത്. അതുതന്നെയാണ് ചാത്തൻ്റെ പവർ. ഇതുകൂടാതെ അനുഗാമികളുടെ അനുഗ്രഹ ബന്ധമായും ഇതിനെ വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം സാറ്റേൺ എന്ന ഗ്രഹത്തെ അനുഗാമികളുടെ ഹോം പ്ലാനറ്റ് ആണെന്നും സാറ്റേണിന് പുറമേയുള്ള റിങ്ങുകൾ അവരുടെ കൺസ്ട്രക്ഷൻ എക്സലൻസ് ആണെന്നും പറയുന്ന കോൺസ്പിറൻസി തിയറികൾ നിരവധിയാണ്. ചാത്തൻ്റെ വീക്ക്നെസ് നീലയെപ്പോലെ വെളിച്ചമല്ല. നീലയുടേത് മാത്രമല്ല മറ്റൊരാളുടേതും ഇതുപോലെ വെളിച്ചം ഒരു വീക്ക്നെസ്സാണ്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. അപ്പോൾ ചാത്തനെ എപ്പോഴും മന്ത്രതലങ്ങളാൽ വരുതിയിൽ നിർത്തണമെന്ന് ഐതിഹ്യമലയിൽ പറയുന്നുണ്ട്. ചാത്തൻ്റെ ഓവർ കോൺഫിഡൻസ് ചാത്തന് വിനയായതായി കണ്ടിട്ടുണ്ട്. സർവശക്തൻ എന്ന തോന്നലിൽ മുന്നിൽ നിൽക്കുന്ന മന്ത്രവാദിയെ നിസ്സാരമായി കാണുകയും അത് മുതലാക്കി അവർ ചാത്തനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഭ്രമയുഗത്തിലെ ക്ലൈമാക്സിലും ഇതെല്ലാം വ്യക്തമായി കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചാത്തൻ്റെ വീക്ക്നെസ് ചാത്തൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒടിയനെ കുറിച്ചാണ്. ഈ പടത്തിൽ ഒടിയനെ അഭിനയിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയായിട്ടുള്ള ദുൽഖർ സൽമാനാണ്. ഐതിഹ്യമലയിൽ ഒടിയനെ പറ്റി പറയുന്ന അധികം പോപ്പുലർ അല്ലാത്ത ഒരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് ഒടിയനെ ഒരു അസാസിനായി ഉപയോഗിച്ചിരുന്നു എന്ന്, അതായത് ആരെയെങ്കിലും കൊല്ലുക എന്ന ദൗത്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നു എന്നും. ചേര രാജവംശം അതിനെ ഒരുപാട് നാൾ പിന്തുണച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ അസാസിനുകൾ തന്നെയാണ് ജപ്പാനിലെ നിഞ്ചകൾ. ചിത്രത്തിൽ ഒടിയൻ്റെ വേഷവും സംഘടനവും എല്ലാം ഒരു ജപ്പാനീസ് നിഞ്ചയെ അനുസ്മരിപ്പിക്കും വിധമാണ്. ഒടിയന്മാരുടെ വീക്ക്നെസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പകൽ തന്നെയാണ് ഒടിയന്മാരുടെ വീക്ക്നെസ്, രാത്രിയാണ് അവരുടെയും സമയം. ആ രാത്രിയുടെ കറുപ്പാണ് ഒടിയൻ്റെ മേലങ്കി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അഥവാ താല്പര്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.